ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വായിക്കാം. ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിൽ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭയിൽ കൊടുത്ത സത്യവാങ്മൂലം. എന്താണ് ഇതിന് കാരണം? അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്തത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്നത്. പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബാബറി മസ്ജിദ് പൊളിക്കുന്ന വിഷയത്തിൽ സംഘപരിവാരത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്ന കുറ്റപത്രമാണ് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെതിരെ പുലർത്തിയത്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ്, എന്താ പറഞ്ഞതെന്നറിയാമോ? തെറ്റു തിരുത്തണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ തെറ്റായ നിലപാടിൽ നിന്ന് കോൺഗ്രസ് പിന്മാറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് അല്ലാത്ത ഒരു ബദൽ നോട്ട് ചെയ്യുന്നു. അത് പരസ്യമായിട്ടൊരു വ്യക്തമാക്കി. അങ്ങനെ കോൺഗ്രസിനെ കൈവിട്ടൊരു ബദലിന് അവർ വോട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വോട്ട് ചെയ്തപ്പോൾ ചർച്ചയില്ല, മുന്നണിയില്ല. ഈ കേരളത്തിനകത്ത് നിങ്ങൾ കോൺഗ്രസ് ലീഗ് BJP സഖ്യമുണ്ടാക്കി, വടകര ബേപ്പൂർ സഖ്യം. നിങ്ങൾ അതുപോലെ പലതരത്തിലുള്ള മുന്നണികളുണ്ടാക്കി. ഇപ്പോൾ ഇവിടെ തന്നെ ഈ നിലമ്പൂരുമായി ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് പട്ടാമ്പിയിൽ, തൊട്ടപ്പുറത്ത് പട്ടാമ്പിയിൽ 1960 EMSനെതിരെ RSSും അതുപോലെ കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത്. പാലക്കാട് 1971 തെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത് ജനസംഘവും അതുപോലെ കോൺഗ്രസും ഒരുമിച്ച് AKGക്കെതിരെ. അത്തരത്തിൽ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയുമായി അങ്ങോട്ട് വോട്ട് കൊടുക്കാമെന്നോ തിരിച്ചു കിട്ടാമെന്നോ ഞങ്ങളൊരു സഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും ഉണ്ടാക്കാത്തവരാണ് ഞങ്ങൾ. ശരി.